ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ്കൻ സന്യാസിയും വിശുദ്ധനുമായ പാദുവായിലെ വിശുദ്ധ അന്തോണിസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 ഓഗസ്റ്റ് 15 മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ മകനായി വിശുദ്ധ അന്തോണീസ് ജനിച്ചു. മാമോദീസ പേര് ഫെർണാണ്ടോ എന്നായിരുന്നു. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയായിരുന്നു വളർത്തിയത്. 15-ാം വയസ്സിൽ ആന്റണി അഗസ്റ്റിനിയൻ സന്യാസ സഭയിൽ ചേർന്ന് ഏതാനും വർഷങ്ങൾ പഠനം നടത്തി. 17-ാമത്തെ വയസ്സിൽ കോയിംബ്രയിലെ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്ന് ഏതാനും വർഷങ്ങൾ പഠനം നടത്തി. 25-ാമത്തെ വയസ്സിൽ ആന്റണി ഫ്രാൻസിസ്കൻ പുരോഹിതനായി ആഫ്രിക്കയിലേക്ക് പോയി. സ്വദേശത്തേക്ക് മടങ്ങാൻ വേണ്ടി കപ്പൽ കയറിയപ്പോൾ കൊടുങ്കാറ്റ് കാരണം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത്. 9 മാസം അദ്ദേഹം അവിടെ താമസിച്ചു. ഭക്ഷണം പാകം ചെയ്യുക, വിറക് വെട്ടുക തുടങ്ങിയ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അദ്ദേഹം അവിടെ താമസിച്ചു. വിശുദ്ധൻ ഫ്രാൻസിലായിരിക്കുമ്പോൾ ബോൺവില്ലെ എന്നൊരു യഹൂദൻ വിശുദ്ധ അന്തോണീസിനോട് പറഞ്ഞു, തിരുവോസ്തി വെറും ഒരു അപ്പക്കഷ്ണം മാത്രമാണ്, ദൈവമൊന്നുമല്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ കഴുതയെ 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ ചന്തയിൽ കെട്ടിയിടാം. 3-ാം ദിവസം ഞാൻ അതിന് ഓർച്ചു കൊടുക്കണം. താങ്കൾ അതിന് തിരുവോസ്തി കൊടുക്കണം. കഴുത ഓർച്ചു നോക്കാതെ തിരുവോസ്തി വണങ്ങുകയാണെങ്കിൽ ദൈവം ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കാം. വിശുദ്ധ അന്തോണീസ് ഈ വെല്ലുവിളി ഏറ്റെടുത്തു. തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു. യഹൂദൻ അതിന് ഓർത്തും കൊടുത്തു. കഴുത ഓർച്ചു നോക്കാതെ തിരുവോസ്തിയെ വണങ്ങി. ഒരു വീട്ടിൽ വിശുദ്ധ അന്തോണീസ് കിടക്കുമ്പോൾ കുടുംബനാഥൻ താക്കോൽ ദ്വാരത്തിൽ കൂടെ നോക്കിയപ്പോൾ മാതാവ് വിശുദ്ധ അന്തോണീസിന്റെ കയ്യിലേക്ക് ഉണ്ണീശോയെ ഏൽപ്പിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസിന്റെ കയ്യിൽ എപ്പോഴും ഒരു ഉണ്ണീശോയുടെ ചിത്രമുള്ളത്. 1231 ജൂൺ 13-നായിരുന്നു വിശുദ്ധന്റെ മരണം. മരിച്ച ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് കല്ലറ തുറന്നു നോക്കിയപ്പോൾ വിശുദ്ധന്റെ നാവ് അഴുകാത്തതായി കണ്ടു. സഭയോടും സഭ പഠനത്തോടും പൂർണ്ണ വിശ്വസ്തത പുലർത്തിയ വിശുദ്ധ അന്തോണീസ് നമുക്കും ഒരു മാതൃകയാണ്. നന്ദി.